പൊതിപ്പാത്രം അപാരത ടണ്ടടേങ്. നല്ല മീൻ വറുത്തതിൻ്റെ മണം വരുന്നുണ്ട്. അടിപൊളി. ഇച്ചിരി തിന്ന് നോക്കാം. ഗംഭീരമാ. അതവിടെ ഇരിക്കട്ടെ. എല്ലാം കൂടെ ഒറ്റ പാത്രത്തിലാണ്, ഒരുപാട് പാത്രങ്ങളൊന്നുമില്ല. ഇത് കപ്പയാണ്. കപ്പക്കറിയും കൂടെ മുളക് പൊട്ടിച്ചതും. ഗംഭീരമാണല്ലോ. കണ്ണ് തള്ളിപ്പോവുക. സൂപ്പറാ. കപ്പ എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിലും മലയാളികൾക്കൊരു വികാരമാണല്ലോ. പ്രത്യേകിച്ച് ഇച്ചിരി മീനും കൂടെ ചേർത്ത് കപ്പ കഴിച്ചു നോക്കാം. കപ്പയെന്ന് പറഞ്ഞാൽ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം, അല്ലേ? അങ്ങനെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ഇച്ചിരി ചോറ്, ഇച്ചിരി കപ്പ, രണ്ടും കൂടെ കൂട്ടിക്കുഴച്ച് അങ്ങനെ ഒറ്റയടി. ഗംഭീരമാണ് മക്കളെ. ഇച്ചിരി മീൻ ചേർത്ത്, മീൻ വറുത്തതാണ്, ഇച്ചിരി കപ്പയും കൂടെ ചേർത്ത് ഒന്ന് അടിച്ചു നോക്കാം. മീനങ്ങ് ഒറ്റപ്പെട്ട് താഴെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ, നമ്മുടെ കൂടെ ഇരിക്കട്ടെ. മുള്ളുള്ള മീനാ, ശ്രദ്ധിച്ച് കഴിച്ചില്ലെങ്കിൽ പണി പാളും. വലിച്ചെടുക്കട്ടെ. വലിയ മുള്ള താഴെ ഇരിക്കട്ടെ. ഇത് തലയാ. തല നമുക്ക് കടിച്ച് പറിച്ച് അതിൻ്റെ അകത്ത് എല്ലാം ജ്യൂസായിട്ടുള്ളതെല്ലാം ഉള്ളിൽ പോകണം. ബാക്കി വേണ്ടാത്തതൊക്കെ വേസ്റ്റായിട്ട് പോകണം. മുള്ളുള്ള മീനൊക്കെ ആകുമ്പോൾ നല്ല ശ്രദ്ധിച്ച് കഴിക്കണം. ഇതുണ്ടോ വലിയ മുള്ള, അതങ്ങ് മാറ്റി വെക്കണം. അത് മീനിൻ്റെ അകത്തെ മസാല എങ്ങനെയുണ്ടെന്ന് നോക്കാം. പ്രത്യേകിച്ച് പറയണോ? എൻ്റെ പൊന്ന് സാറേ, മീനിൻ്റെ ഫൈനൽ പരിപാടിയിലോട്ട് കിടക്കാൻ പോവാണ്. ഇതുണ്ടോ ആ മീനിൻ്റെ സൈഡിലൊക്കെ ഉള്ളത് നമ്മൾ പിന്നെ അതിൻ്റെ വാലറ്റമൊക്കെ കടിച്ച് പറിച്ച്. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇതൊക്കെ കഴിക്കുമ്പോൾ വലിയ മാനേഴ്സും ഡിസിപ്ലിനും ഒക്കെ നോക്കിയാൽ ഇതൊന്നും വൃത്തിയായിട്ട് ക്ലീൻ ആക്കാൻ പറ്റുകയില്ല. അതൊന്നും മുമ്പിൽ ഇരിക്കുന്ന ആരാണെന്നോ എന്താണെന്നോ ഒന്നും നോക്കണ്ട. പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്ന പോലെ അങ്ങോട്ട് അതിൽ മാത്രം ശ്രദ്ധിക്കുക, കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ സാധനം, നമ്മുടെ കൈവശമുള്ള സാധനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കണ്ടോ, മുള്ളു മാത്രം, അത് മാറ്റാം. ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ പരിപാടിയിലോട്ട് കിടക്കുന്നു. ഫിനിഷ് ചെയ്യാൻ പോവാണ്. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളിതാ ഭക്ഷണം തീർക്കാൻ പോവാണ്. എല്ലാം കൂടെ കൂട്ടിക്കുഴച്ച് അതുകൊണ്ട് അവസാന ലാപ്പിൽ കിടന്നിരിക്കുകയാണ്, ഫിനിഷായിരിക്കുകയാണ്. അമ്പോ, താങ്ക് യു.